നാരായണീയരെയും ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ട അതിഥികളെയും സ്വാഗതം ചെയ്യുന്നതിലേക്ക് വേണ്ടി ശ്രീ ഗണേശൻ അവരെ ക്ഷണിച്ചു. സദ്ഗുരുവിന് പ്രണാമം. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ ദാമോദരപിള്ള സാർ അവരുടെ, അധ്യക്ഷൻ ശ്രീ ഋഷികേശൻ അവരുടെ, ഇനി ഇവിടെ നമ്മോട് പ്രസംഗിക്കാമെന്ന് ഏറ്റിരുന്ന ശ്രീ അജയൻ സാർ, ശ്രീ രാമചന്ദ്രൻ അവർ, മണികണ്ഠൻ യൂണിയൻ കൺവീനർ, ശ്രീ അഡ്വക്കേറ്റ് മോഹനൻ സാർ യൂണിയൻ കൗൺസിലർ, ശ്രീമതി ഉമാദേവി ശാഖ പ്രസിഡന്റ്, മാത്രമല്ല ഇവിടെ ഇതിനു മുമ്പ് എനിക്ക് മുമ്പിൽ തന്നെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാവരെയും ബഹുമാനപ്പെട്ട പൊന്നപ്പ സാർ, സുന്ദരേശ്വർ പണിക്കർ അവർ, അതേപോലെ മുൻ സെക്രട്ടറി ആയിരുന്ന രഘുവരൻ, ഉദയൻ, ഇപ്പോഴന്തരിച്ചു പോയ ബഹുമാന്യനായ പ്രഭാകരൻ സാർ, അതേപോലെ മുൻ പ്രസിഡൻ്റായിരുന്ന സദാനന്ദ പണിക്കർ അവർ, ഇതിനു മുമ്പുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും, ക്ഷേത്ര ഭാരവാഹികൾ, ക്ഷേത്ര സെക്രട്ടറി ധനകുമാർ, ഈ നാട്ടിലെ ഗുരുഭക്തരായ ഓരോരുത്തരും, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി ഗുരുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ ശാഖയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം ശാഖയുടെ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. അതിന് ഈ സുദിനം നമുക്ക് എല്ലാവർക്കും, ശാഖയിലുള്ള ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. ഈ അവസരം സംജാതമായതിന് ഗുരുദേവനോട് ഞാൻ ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യമായി സ്വാഗതം പറയേണ്ടത് ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീമാൻ ഋഷികേശൻ അവർക്കാണ്. അദ്ദേഹം തന്നെ ക്ഷേത്രയോഗം സെക്രട്ടറിയായി ഇരുന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സർക്കാർ സേവനം കഴിഞ്ഞു വന്ന ആദ്യ കാലഘട്ടത്തിൽ ഒരു കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ കൂടെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ച ആളാണ്. നമ്മുടെ ഇപ്പോഴത്തെ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് അംഗം കൂടെയാണ്. അദ്ദേഹത്തിന് ഞാൻ ശാഖയുടെ പേരിൽ ഗുരുവിൻ്റെ നാമധേയത്തിൽ ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം അർപ്പിച്ചു കൊള്ളട്ടെ. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ദാമോദരപിള്ള സാർ. അദ്ദേഹം പണികൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അസിസ്റ്റന്റ് ഹെച്ചമായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്. നമുക്കറിയാം, ദാമോദരപിള്ള സാറിന് ഒരു മുഖവരിയൊന്നും തന്നെ വേണ്ട. അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ധാരാളം ഈ പ്രദേശത്ത് ഉണ്ടാവും. മാത്രമല്ല, നമ്മുടെ ക്ഷേത്ര കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും
സമ്മേളനങ്ങളിൽ സംബന്ധിക്കുന്ന ആളാണ്. നല്ല വാഗ്മിയാണ്, നല്ല മലയാള വിഭാഗത്തിൻ്റെ നല്ല അധ്യാപകനാണ്. അദ്ദേഹം ആണ് ഈ സമ്മേളനത്തിന് നാം ഉദ്ഘാടനം നിർവഹിച്ച് കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയംഗമായ സ്വാഗതം വിനയത്തോടെ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം അറിയിക്കുന്നത് നമ്മുടെ ശ്രീ അജയൻ സാറാണ്. അജയൻ സാർ ഈ സ്ഥാനത്ത് എത്തിയിട്ടില്ല. അദ്ദേഹം മേൽപ്പാല SNDP ശാഖയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഹൈസ്കൂൾ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകനാണ്. നമ്മൾ വളരെ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ആത്മാർത്ഥതയുള്ള ആളാണ്. നമുക്ക് നല്ല പ്രചോദനം, നമ്മളുടെ ഓരോ സംരംഭത്തിനും വളരെയധികം പ്രചോദനവും സാമ്പത്തിക സഹായങ്ങളും നൽകുന്ന ആളാണ്, നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഈ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പ്രവർത്തനത്തിലേക്ക് വേണ്ടി അദ്ദേഹം ഒരു നല്ലൊരു ഫണ്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ചോദിക്കാതെ തന്നെ തന്നതാണ്. അദ്ദേഹത്തിന് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് ശ്രീ രാമചന്ദ്രൻ അവർകളാണ്. അദ്ദേഹം ഇന്ന് 2-3 സമ്മേളനങ്ങളിൽ സംസാരിക്കാനുണ്ട്. അദ്ദേഹം തുളിത്തറ യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ്മേറ്റ് കൂടെയാണ്, എൻ്റെ അടുത്ത സുഹൃത്തു കൂടെയാണ്. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. എന്തായാലും സമ്മേളനം തീരുന്നതിന് മുമ്പ് എത്താൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അദ്ദേഹവും നമുക്ക് നല്ല ഒരു സംഭാവനയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇത്തരുണത്തിൽ അദ്ദേഹത്തെ ഞാൻ ഓർമ്മിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് ആത്മാർത്ഥമായി സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ യൂണിയൻ മണികണ്ഠൻ യൂണിയൻ കൺവീനറാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഔദ്യോഗികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാതെ ഇന്ന് ധാരാളം സ്ഥലങ്ങളിൽ ചതയ ദിനം എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും എല്ലാ ശാഖകളിലും എല്ലാ സംഘടനകളും ആഘോഷിക്കുന്നതാണ്. അദ്ദേഹം വളരെയധികം തിരക്കേറിയിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ വന്നേക്കാം. അദ്ദേഹത്തിന് ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം അറിയിക്കുന്നു. അടുത്ത യൂണിയൻ കൗൺസിലർ അഡ്വക്കേറ്റ് ഗോവിന്ദ സാറാണ്. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനാണ്. അദ്ദേഹവും നല്ല പല സ്ഥലങ്ങളിലും ഈ സന്ദർഭത്തിൽ പോകുന്ന ആളാണ്. അദ്ദേഹത്തിന് ഞാൻ ശാഖയുടെ പേരിൽ സ്വാഗതം അർപ്പിച്ചു കൊള്ളുന്നു. അടുത്ത് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഇടയ്ക്കോട് പഞ്ചായത്ത് ചെയർപേഴ്സൺ കൂടെ, നമ്മുടെ കമ്മിറ്റിയുടെ വനിതാ ചെയർപേഴ്സൺ കൂടെയാണ്. നമുക്ക് വളരെയധികം സഹായങ്ങൾ നൽകിയിട്ടുള്ള പല ആളുകളെയും കൊണ്ട് നമുക്ക് ധാരാളം സഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അവർക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം അർപ്പിച്ചു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യനായ പാഠശാല വിജയൻ അവരുകളാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ അദ്ദേഹം ഇതിനു മുമ്പിൽ വന്നിട്ടുണ്ട്. സമാനദാനം നിർവഹിക്കുന്നതിന് കുറച്ച് പ്രസിദ്ധമായ ആളുകൾ വേണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ
അദ്ദേഹം കേരള സർക്കാർ ഗുരുപൂജ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. അടുത്ത് വെള്ളനാട് വിജയൻ എന്ന അദ്ദേഹം ഒരു അഭിനേതാവാണ്. സിനിമ നാടക നടനാണ്. അദ്ദേഹം എത്തിച്ചേരും നമ്മുടെ കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ വേദിയിൽ സംഗീതകാരായിരിക്കുന്ന ശ്രീമൻ ജയൻ അവர்களാണ്. അദ്ദേഹം വളരെയധികം നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പദ്ധതി എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകം വളരെയധികം നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഞാൻ അടുത്തതായി നമ്മുടെ ഗുരുധർമ്മ പ്രചരണ സമ്മേളനം തുടർന്നു വരുന്നു. ഇത് കഴിയുമ്പോൾ ഷാനിയെക്കുറിച്ചൊരു റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോഴും ഞാൻ വന്നുകൊണ്ടാകുന്ന